പ്രിയദർശിനി എന്ന് പറയുന്ന സൗജന്യ യാത്രയുടെ ഉദ്ഘാടന പരിപാടിയാണ് ആര്യങ്കാവ് KSRTC ഡിപ്പോ. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യായ ആര്യങ്കാവ് വാർഡ് മെമ്പർ ശ്രീമതി സിൻസി നിർവഹിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ പ്രിയദർശിനി എന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 8:30 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി തൊട്ടാണ് ഈ സൗജന്യ യാത്ര നടപ്പിൽ വരുന്നത്. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ കുട്ടികൾക്കും മറ്റ് ഇതര സംസ്ഥാന വനിതകൾക്കും ഇതിൽ സൗജന്യമുണ്ട്. രാവിലെ 9 മണിക്കാണ് മിഷനിൽ അപ്ഡേഷൻ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആര്യങ്കാവിൽ നിന്നും 9 മണിക്ക് ഒരു സർവീസ് ആരംഭിക്കുന്നത്. ആര്യങ്കാവ് ഡിപ്പോയിൽ 14 സർവീസുകളുണ്ട്. അതിൽ 3 ഫാസ്റ്റുകളും 11 ഓർഡിനറികളുമാണ് ഉള്ളത്. ഈ 3 ഫാസ്റ്റ് ഒഴികെയുള്ള ബാക്കി 11 ഓർഡിനറി ബസ്സുകളിലും നമുക്ക് ഈ സൗജന്യം ലഭ്യമാണ്. അതിനകത്ത് ഇൻ്റർസ്റ്റേറ്റ് നമ്മുടെ തെങ്കാശി അമ്പനാട് ബസ് ഉൾപ്പെടെയുള്ള റോസ്മല ഉൾപ്പെടെയുള്ള ആനച്ചാട് ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സിലും ഈ പറയുന്ന തോട്ടം മേഖലയിലുള്ളവർക്കും മറ്റുമെല്ലാം ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ വളരെ റിമോട്ട് ഏരിയയായ ആര്യങ്കാവ് എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള വനിതകൾക്ക് ഈ പുനലൂർ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകുന്നതിന് വളരെ രീതിയിൽ ഉപയോഗപ്രദമായിരിക്കും ഈ സൗജന്യ സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്ന പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി. ഇത് ഇവിടുത്തെ പുതിയ യാത്രയ്ക്ക് ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതോടൊപ്പം പ്രിയപ്പെട്ട ജനപ്രതിനിധികളും KSRTCയുടെ ഇവിടുത്തെ ആര്യങ്കാവിൻ്റെ ഇൻസ്പെക്ടറായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ആര്യങ്കാവിൻ്റെ വാർഡ് മെമ്പർ ശ്രീമതി സിൻസി മോളറുകളാണ്. ഇനി പേരെടുത്ത് പറയുന്നില്ല. ബാക്കി പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും യൂണിയൻ മെമ്പർമാരെയും എൻ്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെ ഒരു അധ്യായം പുതിയതായിട്ട് തുറന്നിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം 10 വർഷം ഇടത് ഭരണം അവരുടെ വികസനങ്ങള് പത്രങ്ങളുടെ മുൻ പേജിലും പിന്നെ റോഡ് സൈഡിലുള്ള ഫ്ലെക്സുകളിലുമൊക്കെ ആയിരുന്നത് നമ്മുടെ UDF സർക്കാർ ഇന്നത് നിവൃത്തിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇടയിലെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കുമൊക്കെ അവരുടെ യാത്രാ ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ സ്ത്രീകളെ ആദരിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് നമ്മുടെ UDF സർക്കാർ ഈ ഒരു പ്രിയദർശിനി പദ്ധതി, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രിയദർശിനി പദ്ധതി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് നമ്മുടെ UDF സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഏറ്റവും ആദരത്തോടെ തന്നെ നമുക്കതിനെ ഉദ്ഘാടനം ചെയ്യാം. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു നമ്മുടെ ഉദ്ഘാടന വേളയിൽ എല്ലാം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ ഈ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടും നിർത്തുന്നു. UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് നമുക്ക് ഏറ്റവും നമ്മുടെ താഴെത്തട്ടിൽ നിൽക്കുന്ന നമുക്കും വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് ജനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന നിരവധി പദ്ധതികളാണ് UDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നുള്ളതാണ്. ആ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലുടനീളം
സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഉൾപ്പെടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലും സ്ത്രീകൾക്കും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിനും ഉൾപ്പെടെ യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനം വളരെ ബൃഹത്തായ അല്ലെങ്കിൽ ഏറ്റവും കാരുണ്യപരമായ ഒരു സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു ചരിത്ര സംഭവമാണ്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൗജന്യ സംവിധാനം കേരളത്തിൽ UDF സർക്കാർ നടപ്പിലാക്കുന്നത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു ചരിത്ര സംഭവമാണ്. നമ്മൾ മുൻ കാലഘട്ടങ്ങളിൽ പല ഗവൺമെൻറ്റുകളും പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. അതെല്ലാം നടപ്പിലാവില്ല എന്ന് സാധാരണ ജനങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു, സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്ര. പക്ഷേ ഈ ഭൂരിഭാഗം ആൾക്കാരും അത് വിചാരിച്ചത് പഴയ കാലഘട്ടങ്ങളിലെ പോലെ നടപ്പിലാക്കാൻ പോകുന്നില്ല, ഇലക്ഷൻ സമയത്ത് നടത്തുന്ന വെറും ഒരു സ്റ്റണ്ട് മാത്രമാണ് എന്നാണ് മുൻ അനുഭവങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചത്. പക്ഷേ കേരളത്തിൽ ഒരു ചരിത്ര സംഭവം, ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ശ്രീ VD സർക്കാർക്കും ഉപകരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി. അത് വൻ വിജയകരമാവട്ടെ എന്നും, പക്ഷേ എങ്കിൽ പോലും KSRTCക്ക് ഇത് വൻ സാമ്പത്തിക ബാധ്യതയും വരുത്തുന്ന ഒരു കാര്യമാണ്. കാരണം KSRTCയുടെ വരുമാനത്തിൻ്റെ 37% എന്ന് പറയുന്നത് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓർഡിനറി ഫെയർ സ്റ്റേ ലിമിറ്റഡ് ബസ്സുകൾ എന്നുള്ളതാണ്. ആ 37% ബസ്സിൻ്റെ പൈസ കുറയുമ്പോൾ ആര്യങ്കാവ് ഡിപ്പോയിലെ ശരാശരി കളക്ഷൻ എന്ന് പറയുന്നത് 1,30,000 40,000 ശരാശരി വരുന്നത്. അതിനകത്ത് ഏതാണ്ട് 1,00,000 രൂപ അല്ലെങ്കിൽ ഒരു 90,000 രൂപ അടുപ്പിച്ച് ഓർഡിനറി സർവീസിൻ്റെ കളക്ഷനാണ്. നമുക്കിവിടെ 14 ബസ്സുകളാണുള്ളത്. 14 സർവീസിൽ 3 ഫാസ്റ്റും ബാക്കി 11 ഓർഡിനറി സർവീസുമാണ്. നമ്മുടെ അമ്പനാട് ഉൾപ്പെടെയുള്ള ഇൻഡർസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള റോസ്മല ഉൾപ്പെടെയുള്ള 11 ഓർഡിനറി സർവീസും ഈ സൗജന്യ യാത്രയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന 90,000 കളക്ഷൻ ഒരുപക്ഷെ 10-15,000 നിജപ്പെടാം. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഈ ഡിപ്പോയിൽ തന്നെ ഏതാണ്ട് 85,000-90,000 രൂപയുടെ നഷ്ടം ഈ ഡിപ്പോയിൽ വരുന്നുണ്ട്. കേരളത്തിലെ 92 ഡിപ്പോയിലും എടുക്കുമ്പോൾ ശരാശരി കോടികളുടെ നഷ്ടമാണ് വരുന്നത്. എങ്കിലും സർക്കാർ അത് നികത്തിക്കൊണ്ട് ആ സൗജന്യം ഈ KSRTC നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും എൻ്റെ ആശംസ അറിയിക്കാം. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, VD സതീശൻ സിന്ദാബാദ്, VD സതീശൻ സിന്ദാബാദ്, CP ജോൺ സിന്ദാബാദ്, CP ജോൺ സിന്ദാബാദ്, രമേശ് ചെന്നിത്തല സിന്ദാബാദ്, രമേശ് ചെന്നിത്തല സിന്ദാബാദ്, ഇന്ദിരാ ഗ്യാരണ്ടി സിന്ദാബാദ്, ഇന്ദിരാ ഗ്യാരണ്ടി സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, VD സതീശൻ സിന്ദാബാദ്, VD സതീശൻ സിന്ദാബാദ്, CP ജോൺ സിന്ദാബാദ്, CP ജോൺ സിന്ദാബാദ്, രമേശ് ചെന്നിത്തല സിന്ദാബാദ്, രമേശ് ചെന്നിത്തല സിന്ദാബാദ്, ഇന്ദിരാ ഗ്യാരണ്ടി സിന്ദാബാദ്, ഇന്ദിരാ ഗ്യാരണ്ടി സിന്ദാബാദ്, പ്രിയദർശിനി സൗജന്യ യാത്ര സിന്ദാബാദ്, ഇന്ദിരാ ഗ്യാരണ്ടി സിന്ദാബാദ്, ഇന്ദിരാ ഗ്യാരണ്ടി സിന്ദാബാദ്, VD സതീശൻ സിന്ദാബാദ്, VD സതീശൻ സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ 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 UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി സിന്ദാബാദ്. പ്രിയദർശിനി എന്ന് പറയുന്ന സൗജന്യ യാത്രയുടെ ഉദ്ഘാടന പരിപാടിയാണ് ആര്യങ്കാവ് KSRTC ഡിപ്പോൾ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യായ ആര്യങ്കാവ് വാർഡ് മെമ്പർ സിൻസി നിർവഹിക്കുന്നത്. ഇങ്ങോട്ട് കേറിക്കോ കേറിക്കോ അഭിവാദ്യങ്ങൾ 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 UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. അല്ല അവർ ഇതിലോട്ട് ഇങ്ങോട്ട് പഠിക്കുന്നു.